ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ നാരദീയ ഭക്തിസൂത്രങ്ങളിൽ 27 സൂത്രങ്ങളാണ് കഴിഞ്ഞത്. ഭക്തി ലക്ഷണങ്ങൾ, ഭക്തി മഹിമ എല്ലാം ചർച്ച ചെയ്തു. അപ്പൊ ഇവിടെ പുതിയൊരു ചർച്ച കൊണ്ടുവരികയാണ്. എന്താണ് ഭക്തിയുടെ സാധനം? അതായത് എങ്ങനെ ഒരാൾക്ക് ഭക്തി ഉണ്ടാവും? ഭക്തി ഉണ്ടാവാനുള്ള സാധന എന്താണ്? ഭക്തി സാധനയാണ്. ആ ഭക്തി എങ്ങനെ ഉണ്ടാവും? ഇതാണ് വിഷയം. അവിടെ പറയുകയാണ് 28ാമത്തെ സൂത്രം, തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ എന്ന്. ഒന്നുകൂടി പറയാം. തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. തസ്യാഹ സാധനം. തസ്യാഹ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നാണ് അർത്ഥം. തസ്യാഹ അവളുടെ, അല്ലെങ്കിൽ അവൾക്ക്, അവളുടെ എന്നൊക്കെ പറയാം. സാധനം, സാധനം സാധനം എന്ന് പറഞ്ഞാൽ എന്തിനെ കൊണ്ട് നമുക്ക് സാധിപ്പിക്കാൻ പറ്റുമോ അതാണ് സാധനം. അപ്പോൾ അവളുടെ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ. ഭക്തിയുടെ സാധനം ജ്ഞാനം ഇതി, ജ്ഞാനമാണ് എന്ന് ഏകേ ചിലർ പറയുന്നു. ഇപ്പൊ ചിലർ പറയുന്നു എന്ന് പറഞ്ഞാൽ ചില ആചാര്യന്മാർ പറയുന്നു. ഭക്തിശാസ്ത്രത്തിൽ ആചാര്യന്മാരായിട്ടുള്ള ചിലര് പറയുന്നു ഭക്തിയുടെ സാധന ജ്ഞാനമാണെന്ന്. ഇതാണ് സൂത്രം. എങ്ങനെ ഇത് മനസ്സിലാക്കുക? വളരെ ശ്രദ്ധേയമായൊരു സൂത്രമാണ്. പലപ്പോഴും നമ്മൾ ഈ ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയത്തിൽ നിന്നുണ്ടാവുന്നതാണ്, പേടിയിൽ നിന്നാണ് ഭക്തി ഉണ്ടാവണമെന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഭയത്തിൽ നിന്ന് ഭക്തി ഉണ്ടാവില്ല. ഭയത്തിൽ നിന്ന് രോഗങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലേ? പേടിയിൽ നിന്ന് രോഗമേ ഉണ്ടാവുള്ളൂ. പക്ഷെ പലരും എന്താണ് ഭക്തി, എങ്ങനെയാ ഭക്തി എന്നൊന്നും അറിയാതെ വെറുതെ ഒന്നും കൂടിയൊക്കെ വ്യക്തമായിട്ട് പറയും. പ്രകൃതിക്ഷോഭങ്ങളെ കണ്ട് ഭയപ്പെട്ട മനുഷ്യൻ, ഇടിമിന്നല്, ഭൂമികുലുക്കം, വലിയ വലിയ പേമാരികൾ, ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് മറ്റൊരാശ്രയമില്ലാതെ ഉപരിയുള്ളൊരു ശക്തിയെ സങ്കല്പിച്ച്, വേണമെങ്കിൽ പറയാം ഇല്ലാത്തൊരു ഈശ്വരനെ സങ്കല്പിച്ച്, അങ്ങനെ ഭയത്തിൽ നിന്നുണ്ടായതാണ് ഭക്തി, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ് ഭക്തി എന്ന്. തീർത്തും അസ്വീകാര്യമാണ്. ഭയത്തിൽ നിന്ന് ഒരിക്കലും ഭക്തി ഉണ്ടാവില്ല. ഭയത്തിൽ നിന്ന് രോഗമേ ഉണ്ടാവുള്ളൂ. സ്നേഹത്തിൽ നിന്നാണ് ആദരവുണ്ടാവുക. നമുക്കിപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ നമ്മൾ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക്
ഉള്ളിൽ പ്രേമം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളാരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ പുറമെ നമ്മൾ സ്നേഹം കാണിച്ചെന്ന് വരും. എന്തെങ്കിലും കാര്യം അവരിൽ നിന്ന് നേടാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും അവരുടെ അധീനതയിലാണ് നമ്മളെങ്കിലോ നമ്മൾ സ്നേഹം കാണിച്ചെന്ന് വരും. പക്ഷെ സ്നേഹമാവില്ല. ശരിയായ സ്നേഹം ഉണ്ടാവണമെങ്കിൽ അത് ഭയത്തുനിന്നാവില്ല. പിന്നെ എവിടുന്ന? അവിടെയാണ് ഈ സൂത്രത്തിൻ്റെ പ്രസക്തി. തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. അവളുടെ സാധനയായിട്ട്, അതായത് ഭക്തി ഉണ്ടാവുന്നതിനുള്ള സാധനയായിട്ട് ചില ആചാര്യന്മാർ ജ്ഞാനത്തെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലളിതമായി പറഞ്ഞാൽ ജ്ഞാനത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുക എന്ന് ചില ആചാര്യന്മാർ പറയുന്നു. ഇതെങ്ങനെ സ്വീകരിക്കും? കാരണം നമ്മൾ വേദാന്ത ശാസ്ത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് ശുദ്ധമായ ഭക്തിയിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാവുക എന്നാണ് പഠിക്കുക. ഭക്തി കൊണ്ട് ജ്ഞാനമുണ്ടാകുന്നു. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയും. ഭക്തി കൊണ്ട് എൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ സാധിക്കും. എന്നുവെച്ചാൽ ഭക്തി കൊണ്ട് ജ്ഞാനമുണ്ടാകുന്നു എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഗീതയിൽ തന്നെ വേറൊരിടത്ത് പറഞ്ഞിരിക്കുകയാണ്, ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അല്ലേ അർജുന, അനന്യ ഭക്തി കൊണ്ട് മാത്രമേ എന്നെ അറിയാൻ സാധിക്കൂ. ഉപനിഷത്ത് പറയുന്നുണ്ട്, യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാ ഹ്യർത്ഥ പ്രകാശന്തേ. ആർക്കാണോ ഗുരുവിലും ഈശ്വരനിലും ഉറച്ച ഭക്തിയുള്ളത് അവർക്ക് മാത്രമേ ഈ ഉപനിഷത്ത് പഠിപ്പിക്കുന്ന ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഭക്തിയിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്നു എന്നാണ്. എന്നാൽ ഇവിടെ പറയുകയാണ് ജ്ഞാനത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത്. അപ്പം എങ്ങനെ മനസ്സിലാക്കും? മറുപടി, ഇവിടെ ജ്ഞാനം എന്നുള്ളതിന് ആത്യന്തികമായ ആത്മജ്ഞാനം എന്നൊന്നും അർത്ഥമെടുക്കരുത്. പിന്നെയോ സാമാന്യ ജ്ഞാനമേ അർത്ഥമെടുക്കാൻ പാടുള്ളൂ. അറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത്. നമ്മൾ ഒരാളുടെ മഹിമയെ കൂടുതൽ കൂടുതൽ അറിയുന്തോറും നമുക്ക് അയാളെ കൂടുതൽ കൂടുതൽ ഭക്തിയും ആദരവും ഉണ്ടാവും. ഇല്ല? അതെ. അറിയാണ്ട് ചിലപ്പോൾ നമ്മൾ പലതും പറഞ്ഞ് പ്രശംസിച്ചു എന്നൊക്കെ വരും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ തികഞ്ഞ ഭക്തി, ആദരവ്, പ്രേമം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അറിയണം. അടുക്കുന്തോറും ആ മഹിമ കൂടുതൽ മനസ്സിലാക്കുകയും ആദരവുണ്ടാവുകയും ചെയ്യും. ഇവിടെ നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊക്കെ നിരീക്ഷിക്കുന്ന സ്വഭാവം ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറച്ചായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ ചുറ്റുപാടുകളെ നിരീക്ഷിക്കും, വ്യക്തികളെ നിരീക്ഷിക്കും, സാഹചര്യങ്ങളെ നിരീക്ഷിക്കും. ജനിച്ചത് മുതൽ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കൊച്ചുകുട്ടികളാവുമ്പോൾ ഏറ്റവും നിരീക്ഷിക്കണം, അതല്ലേ? കൊച്ചുകുട്ടികളെല്ലാം നോക്കി പഠിച്ചുകൊണ്ടിരിക്കും. കൊച്ചുമക്കൾ എല്ലാം നിരീക്ഷിക്കും. ഈ നിരീക്ഷണത്തെ അല്ലെങ്കിൽ നിരീക്ഷണ സാമർഥ്യത്തെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും നമ്മുടെ നിരീക്ഷണ പാടവത്തെ വളർത്തുന്നതാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ. അതിന് രസതന്ത്രമെന്നോ ഊർജതന്ത്രമെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ ശാസ്ത്രങ്ങളും നമ്മുടെ നിരീക്ഷണ സാമർഥ്യത്തെ വളർത്തുന്നതാണ്.
അപ്പോൾ സാമാന്യമായിട്ട് നമ്മളൊന്നിനെ കണ്ടറിയുന്നു. പക്ഷേ ഒന്നും കൂടി ശാസ്ത്ര സഹായത്തോടു കൂടി ആഴത്ത് പഠിക്കുമ്പോഴോ അതിനെ വിശദമായി കാണും. ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചയായിരിക്കില്ല ഒരു വസ്തുവെ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നോക്കുമ്പം കാണുന്നത്. ആ സൂക്ഷ്മദർശിനിയുടെ കഴിവ്, ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ച മാറും. ഇതുപോലെ ഓരോന്നിൻ്റെയും ദൃഷ്ടാന്തം ശ്രദ്ധിക്കുക. അങ്ങനെ ശാസ്ത്ര സഹായത്തോടു കൂടി ഈ പ്രപഞ്ചത്തെ, ലോകത്തെ നോക്കി കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു വിഷയമുണ്ട്. എല്ലാം അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു. ഒരു ജീവകോശത്തെ നിരീക്ഷിച്ചാലും, ഒരു ഓർഗാനിക് സെൽ, ഒരു ജീവകോശത്തെ നിരീക്ഷിച്ചാലും, ഒരു ആറ്റത്തെ നിരീക്ഷിച്ചാലും, ഈ പ്രപഞ്ചത്തോളം വലുതായി നിരീക്ഷിച്ചാലും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നുണ്ട്. എന്താണ്? അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നു. അത്ഭുതമല്ലേന്ന് ആലോചിച്ച് നോക്കൂ. അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ. ഏത് ശാസ്ത്രം നമ്മൾ ആഴത്തിൽ പഠിച്ചാലും ഈ മഹിമയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ ആഴത്തിൽ പോവുക. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല. പരീക്ഷ ജയിക്കാൻ പഠിച്ചിട്ട് കാര്യമില്ല. ഏത് ശാസ്ത്രം, നമ്മളിപ്പോൾ ഏത് ശാസ്ത്രം എടുക്കണമെന്ന്, കെമിസ്ട്രി എടുത്തോളൂ. കെമിസ്ട്രി ആണെങ്കിൽ പദാർത്ഥങ്ങളുടെ രാസിക ഘടനയുടെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകും തോറും നമുക്കൊരു പൊതു പാറ്റേൺ കാണാൻ കഴിയും എല്ലാത്തിലും. ആദ്യം നോക്കുമ്പോൾ ഒക്കെ വ്യത്യാസമാർന്നാ തോന്നുക. പക്ഷെ ആഴത്തിൽ പോകുമ്പോൾ എല്ലാ രാശിക ഘടകങ്ങൾക്കും ഒരു പൊതുവായൊരു പാറ്റേൺ ഉണ്ടാവും. അല്ലെങ്കിൽ ഊർജ്ജതന്ത്രത്തിൻ്റെ രീതിയിൽ പോകാൻ വെച്ചാലും അത് തന്നെയാണ് കാണുക. ഒരു കോശത്തിന്റെ സ്പന്ദനം നോക്കിയാലും അത് തന്നെയാണ് മനസ്സിലാവുക. ഈ പ്രപഞ്ചം മുഴുവൻ ചേരുമ്പടി എങ്ങനെ ചേർക്കപ്പെട്ടിരിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഗ്രഹനക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രത്തിലും എത്രമാത്രം ഗ്രഹസമൂഹങ്ങൾ. നമ്മളൊരു മൂലയ്ക്ക് എങ്ങോ ഇരുന്ന് ചിന്തിക്കുക അല്ലേ? ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തറിയാം? വലിയ അറിയുന്നുള്ള അഭിമാനമാണ് നമുക്ക്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ താഴത്തേക്ക് എത്ര അറിയാം നമുക്ക്? ഇപ്പൊ ഭൂമിയുടെ ഉള്ളിലേക്ക് എത്ര അറിയാം? കുറച്ചേ അറിയുള്ളൂ. അതിനേക്കാൾ മേപ്പട്ടിക്ക് അറിയാമെന്നാ തോന്നണത്. എത്രയോ വലിയ കിലോമീറ്റർ കണക്കിന് ആഴത്തേക്കുള്ള തുരങ്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൈനയിലെ കണ്ടെന്ന് വായിച്ചില്ലേ? പഠനത്തിന് വേണ്ടിയിട്ട്. എത്ര വരെ പോവും? മറ്റേ നമ്മൾ റോക്കറ്റൊക്കെ വിട്ടിട്ട് കുറെ മുകളിലേക്കൊക്കെ പോയി നോക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട. നമ്മൾ ഈ സാധനത്തിനുള്ളിൽ എന്തൊക്കെ അറിയാം നമുക്ക്? മസ്തിഷ്കത്തെ കുറിച്ച് എത്ര അറിയാം? നമ്മളെ കഥയല്ല പറയണത്. ഏറ്റവും മുന്തിയ, ഏറ്റവും ശ്രേഷ്ഠന്മാരായ ന്യൂറോളജിസ്റ്റുകൾക്ക് തന്നെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എത്ര അറിയാം? ചെറിയൊരു ശതമാനം അറിയുള്ളൂ. നാളെ കൂടുതൽ അറിയും, മറ്റന്നാൾ കൂടുതൽ അറിയും. പക്ഷെ അറിയും തോറും കൂടുതൽ അറിയപ്പെടേണ്ടതായിട്ടായിരിക്കണം. ഇതൊരു മഹാത്ഭുതമാണ്. പക്ഷേ ഒരു എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുക. അത്ഭുതമാണത് ഈശ്വര മഹിമ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്ത് തന്നെ നോക്കുകയാണെങ്കിലും കണ്ടറിയുന്നതായ ഈശ്വര മഹിമയാണ്. എന്ത് നോക്കുകയാണെങ്കിൽ, ഒരു പൂ വിടരുന്നു, ഒരു മൊട്ട് പൂവായി വിടരുന്നു.
എന്തോ നിയമക്രമം പറഞ്ഞോളൂ, എക്സ് വൈ ഇസഡ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത്ഭുതകരമായൊരു നിയമമാണത്. ഒരു പിഞ്ചു കുഞ്ഞ് ചിരിക്കുക, ശരിക്കൊരു പൂമുട്ട് വിടരുന്ന പോലെയാ അല്ലേ? അല്ല, കരയുക, അതും അത് തന്നെയാ. ജനനവും മരണവും, എന്തൊരു അത്ഭുതം അതൊക്കെ. നമ്മൾ കേമായിട്ട് ഇങ്ങനെ ഒന്നും ആലോചിക്കാണെങ്കിൽ നടക്കണ്ടല്ലോ. ആലോചിച്ച് കഴിഞ്ഞാൽ എത്തുപിടിയും കിട്ടില്ല എന്നാണ്. എന്തൊരു മഹാത്ഭുതമാണ് ഈ ഒരു ഘടന തന്നെ നോക്കിയാൽ മതി. നമ്മുടെ അന്നനാളം നോക്കിയാൽ മതി, വായ തൊട്ട് മലദ്വാരം വരെ ഒന്ന് നോക്കിയാൽ മതി. നിശ്ചിത ദൂരം അസിഡിക്, നിശ്ചിത ദൂരം ആൽക്കലിൻ, നിശ്ചിത ദൂരം വീണ്ടും അസിഡിക്, പിന്നെ വീണ്ടും ആൽക്കലിൻ. എന്തൊരു അത്ഭുതം അത്! ഒരൊറ്റ സാധനാപ്പത്. നമ്മളൊക്കെ വായ ഇതുവരെയുള്ള സ്ഥലം ആൽക്കലിനാ. ഇവിടുന്ന് കേട്ടോ ആമാശയം വരെ അസിഡിക്കാ. അത് കഴിഞ്ഞാൽ വീണ്ടും ആൽക്കലിനായി. ചെറുകുടൽ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മലദ്വാരം മലാശയ ആകുമ്പോഴത്തേക്ക് ആൽക്കലിനായി, അസിഡിക്കല്ല. എന്തൊരു അത്ഭുതം അത്! ഇങ്ങനെ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മഹാത്ഭുതത്തിന്റെ സങ്കരമാണ് ഈ ലോകം മുഴുവൻ. മനസ്സിലേക്കൊന്നും ആരും പോണ്ടേ, അത്യത്ഭുതവും. പക്ഷെ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തി നിലനിർത്തി വെച്ചിരിക്കുക. എന്തൊരു അത്ഭുതം അത്! എത്ര ട്രില്യൺ ജീവികൾ നമ്മുടെ ദേഹത്തുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒരാളുടെ തൊലി നോക്കിയാൽ മതി. എൻ്റെ മനോഹരമായ നല്ല ഭംഗിയുള്ള മുഖ എന്ന് പറയുകയാണ്. ഈ മുഖത്തെ ഒരു 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 മില്ലിമീറ്റർ സ്ഥലം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് ജീവികൾ അവിടെ പെറ്റ് പെരുകി കുട്ടികളും കുടുംബവും ലഹളയും ബഹളവും ആയിട്ട് കഴിയുകയാണ്, യുദ്ധവും. അല്ല, ആണല്ലോ? അതെ, അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അതെ, ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുക, ഞാൻ കഴിക്കണമെന്നാണ് വിചാരിക്കണത്. ആര്? ഞാൻ വിചാരിക്കണത്. പക്ഷേ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ അവർ എനിക്കാണ് ശാപ്പാട് തരുന്നതെന്ന് അവരുടെ വിചാരം. ഇവരെന്താ ശാപ്പാട് തരാത്ത എന്ന് അവരാ വിഷമിക്കണേ. നമ്മൾ വിചാരിക്കണേ ഞാൻ കഴിക്കുക എന്നാ. ഇതെന്തൊരു അത്ഭുതം ആലോചിച്ചു നോക്കും. ഒരാൾ വേസ്റ്റായി പുറത്തേക്ക് വിടുന്നത് വേറൊരാൾക്ക് ആഹാരമായിട്ട് സ്വീകരിക്കണം. ഒരാൾ തന്നെ ഈ രണ്ടും ചെയ്യുന്നുണ്ട്. ഒരു ചെടി പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡും വിടുന്നുണ്ട്, പുറത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ ഈ ഒരു വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായൊരു നിയമം ഇതിലെല്ലാം അന്തർഭവിച്ചതായിട്ട് കാണാൻ പറ്റും. യാഥാതഥ്യതഃ അർത്ഥാൻ വ്യദധാത് എന്ന് ഈശാവാസ്യ ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട്. എങ്ങനെ വേണോ അങ്ങനെ എല്ലാത്തിനെയും വിശേഷമായി ധരിച്ചു വെച്ചിരിക്കുന്നു. എങ്ങനെ വേണോ അങ്ങനെ എല്ലാത്തിനെയും വിശേഷമായി ധരിച്ചു വെച്ചിരിക്കുന്നു. ഇത് കൂടുതൽ പഠിക്കുന്തോറും നമുക്ക് അത്ഭുതമാവുക. ഒരാൾ പറയുകയാണ്, ഞാൻ ശാസ്ത്രം പഠിച്ചു, നിരീശ്വരവാദിയായി പറഞ്ഞാൽ മന്ദബുദ്ധിയെന്ന് മനസ്സിലാക്കാം. കാരണം ഒരു ശാസ്ത്രവും അവൻ പഠിച്ചിട്ടില്ല. അവൻ ശാസ്ത്രത്തിൻ്റെ ബാഹ്യമായിരിക്കുന്ന തലങ്ങളിലൂടെ പോയിട്ടേ ഉള്ളൂ, അകത്തേക്ക് പോയിട്ടില്ല. അഥവാ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അവൻ മനസ്സിലാക്കി വെച്ച വേറെന്തോ ആണ്. സ്വർഗത്തിലിരിക്കണ ഏതോ ഒരു വലിയ കാര്യക്കാരൻ, ശക്തിശാലി, അങ്ങനെയില്ലേ? അതല്ല നമ്മുടെ സങ്കല്പത്തിലെ ഈശ്വരൻ. അപ്പോ അറിയുന്തോറും ഈശ്വര മഹിമയെക്കുറിച്ച് നമ്മൾ കൂടുതൽ 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 ബോധവാന്മാരാവും. ആ മഹിമാബോധത്തിൽ നിന്ന് സ്വാഭാവികമായി പ്രേമവും
ആദരവും വളരും. ഈ പ്രേമാദരങ്ങളാണ് ഭക്തി. അല്ലാതെ ഭക്തി ഭയമല്ല. ചിലരൊക്കെ പറയാറുണ്ട് ഈശ്വരനെങ്കിലും ഭയം വേണ്ടേന്ന്. ഈശ്വരനെ ഭയപ്പെടരുതാരും. ചിലർ ചോദിക്കാറുണ്ട് ഈശ്വരനെങ്കിലും പേടി വേണ്ടേന്ന്. പാടുണ്ടോ? എന്നാ നിങ്ങളുടെ അഭിപ്രായം? പാടില്ല എന്നാണ് നമ്മളെ അഭിപ്രായം. പേടി പാടില്ല. പ്രേമം, ആദരവ്. പേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ആരെ പേടിച്ചാലും നമ്മളയാൾ നിന്ന് മറച്ചു വെക്കാനുള്ള ത്വര ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. എപ്പോഴും അയാൾ വല്ലതും ചെയ്യോ, അപ്പം അയാളെ സന്തോഷിപ്പിക്കാനുള്ളൊരു പരിപാടി. അപ്പം നമ്മൾ തന്നെ അധപതിച്ചുകൊണ്ടിരിക്കുക. മറിച്ച് പ്രേമം, ആദരവ്, അവിടെ പൂർണ്ണമായ സമർപ്പണമാണ്. ഈശ്വരനെ ഭയപ്പെടരുത്. ഈശ്വരനെ പ്രേമിക്കണം. ഭക്തന് പേടിയില്ല അല്ലേ? എന്നല്ലോ ഏറ്റവും ഭീകരമായ രൂപമാണ് നരസിംഹത്തിന്റെ രൂപം. എല്ലാവർക്കും പേടിയാ. പക്ഷെ പ്രഹ്ലാദന് വല്ല പേടിയുണ്ടോ? ഒന്നുമില്ല. ബാക്കി എല്ലാവരും, ലക്ഷ്മി പോലും അടുത്തിട്ടില്ല എന്നാ. ലക്ഷ്മി പോലും കുറച്ച് ദൂരെ വിട്ടു നിന്നു. പക്ഷെ പ്രഹ്ലാദന് ഒരു പ്രശ്നവുമില്ല. തിരിച്ചറിവാണ്. അത് സ്നേഹാദരങ്ങളാണ്. അത് വരിക ഭയത്തിൽ നിന്നല്ല, ജ്ഞാനത്തിൽ നിന്നാണ്. അപ്പം എത്ര കണ്ട് നമുക്ക് ഈ പ്രകൃതിയെക്കുറിച്ച്, പ്രതിഭാസങ്ങളെക്കുറിച്ച്, വസ്തുക്കളുടെ പ്രതിഭാസങ്ങളുടെ പാരസ്പര്യത്തെക്കുറിച്ച് അറിവുണ്ടോ, അത്രയും നമുക്ക് ഭക്തി വളരും. ഇതാണ് വസ്തുത. വ്യക്തമാണല്ലോ? വ്യക്തമല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടാക്കാവുന്ന വിഷയം അത്. കാരണം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈശ്വര ഭയമാണ് ഭക്തി എന്നാണ്. ഈശ്വര ഭയം അല്ല ഭക്തി, ഈശ്വര പ്രേമമാണ് ഭക്തി. അതുകൊണ്ട് തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ, അവൾ ഉണ്ടാവാനുള്ള സാധനം ജ്ഞാനമാണ് എന്ന് ചിലർ പറയുന്നു. വ്യക്തമാണോ? ചിലർ പറയുന്നു. അടുത്ത സൂത്രം അന്യോന്യാശ്രയത്വം ഇത്യന്യേ. അടുത്ത സൂത്രമാണ് 29ാമത്തെ സൂത്രം. അന്യോന്യാശ്രയത്വം ഇത്യന്യേ. ജ്ഞാനത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നതെന്നോ ഭക്തിയിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാവുന്നതെന്നൊന്നും പറയണ്ട. പിന്നെന്താണ്? അന്യോന്യാശ്രയത്വം. ഭക്തി കൊണ്ട് ജ്ഞാനം കൂടും, ജ്ഞാനം കൊണ്ട് ഭക്തി കൂടും എന്ന് മറ്റു ചിലർ പറയുന്നു. ഭക്തി ഉണ്ടെങ്കിലേ ജ്ഞാനമുള്ളൂ, ജ്ഞാനം ഉണ്ടെങ്കിലേ ഭക്തിയുള്ളൂ, ഇങ്ങനെ ചിലർ പറയുന്നു. അന്യോന്യാശ്രയം. അപ്പൊ ഭക്തി ജ്ഞാനത്തെ ആശ്രയിക്കുന്നു, ജ്ഞാനം ഭക്തി ആശ്രയിക്കും. അത് നല്ല നിർവചന, അത് നല്ല സൂത്ര. അത് വളരെ ശരിയാ അല്ലേ? അറിയുന്തോറും പ്രേമാദരം കൂടി, പ്രേമാദരം കൂടുന്തോറും അറിയും അല്ലേ? നമ്മളങ്ങനെയാ. ലോകത്തിലും അങ്ങനെ തന്നെയാ. ലോകത്തിൽ ആരെങ്കിലും പേടിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ അയാളെ? ഒരിക്കലും അറിയാൻ പറ്റില്ല. ഒരിക്കലും അറിയാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്തോറും മഹിമ ഉള്ളതാണെങ്കിൽ നമുക്ക് പ്രേമാദരം കൂടും. അല്ലാണ്ട് പൊള്ളയായിട്ട് കാണിച്ചു വെച്ച മഹിമയാണെങ്കിലോ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെയില്ലേ? അതെ, അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് പലരും ഒരു പരിധിയിലധികാരം അടുക്കാൻ സമ്മതിക്കില്ല, വിശ്വസിക്കില്ല. കാരണം അടുത്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഒരു 10 വെടിക്കുള്ള സാധനമേ ഉള്ളൂ എന്ന് വിചാരിച്ചുള്ളൂ. ഇപ്പം ഞാൻ വലിയ പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരിയാന്ന് വിചാരിച്ചോളൂ. പണ്ഡിതരത്നാണ്.
പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരിയാണ്, മോശക്കാരനൊന്നും അല്ല കേട്ടോ. അപ്പം എൻ്റെ അടുത്തൊരു 5 പടിക്കുള്ള സാധനമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. മനസ്സിലായില്ല? 5 പടി പറഞ്ഞോണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു 5 വിഷയം, അല്ലെങ്കിൽ 5 ക്ലാസ് എടുക്കാൻ, അല്ലെങ്കിൽ 5 വേദിയിൽ പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ 5 ചർച്ച ചെയ്യാൻ ഉള്ള വിഷയം എൻ്റെ കയ്യിലുള്ളൂ വെച്ചാൽ ഞാൻ ഈ 4ഉം 5ഉം ഗംഭീരമായിട്ട് ചെയ്യും. അതിനപ്പുറത്തേക്ക് ആരും ചോദിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ചോദിച്ചാൽ എൻ്റെ കാര്യം പൊളിഞ്ഞു പോകും, എൻ്റെ കള്ളി പൊളിയും. അല്ലെങ്കിൽ എനിക്ക് അത്രയും ശുദ്ധത വേണം. അയ്യോ എനിക്ക് അറിയില്ല കേട്ടോ എന്ന് പറയാനുള്ള ശുദ്ധത വേണം, എന്നാൽ കുഴപ്പമില്ല. പക്ഷെ രത്നമായി പോയില്ലേ, അപ്പം അത് പറയാനും പറ്റില്ലല്ലോ. അറിയില്ല എന്ന് പറഞ്ഞാൽ രത്നം അവർ തിരിച്ചെടുത്തിട്ട് വല്ല സ്വർണ്ണമായി കളയാന്ന് പറയും. പണ്ഡിത സ്വർണ്ണമാക്കാ സ്വാമി എന്ന് പറയും. അത് എന്നിട്ട് പിന്നെയും ഭഗവാൻ വെച്ചാൽ പണ്ഡിത വെള്ളിയാക്കാന്ന് പറയും. അതെ, അത് വലിയ പ്രശ്നമാണത്. അപ്പം എനിക്ക് ചുറ്റും ഒരു ആവരണം ഉണ്ടാക്കും. അത് ഭക്തന്മാരെ കൊണ്ടായിരിക്കും. സ്വാമീനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, അത്ര അടുത്ത് പോകാൻ പാടില്ല, ഇത്ര ദൂരെ നിൽക്കണം, തൊടാൻ പാടില്ല, ഇത്ര ദൂരെ ഇല്ല, അങ്ങനെ ഇല്ല. അതെ, അത് ഒരു രസകരമായ ഭാഗം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അവിടെ നാരദൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തിട്ട് പറഞ്ഞു, അങ്ങയെപ്പോലുള്ള മഹാപുരുഷന്മാർ ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാരുടെ അടുത്തേക്ക് വരുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു, കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, നീ ലോകത്തിൻ്റെ മുഴുവൻ ഗൃഹനാഥനാണ്, അതുകൊണ്ട് ശരിയാണ്, നീ ഗൃഹസ്ഥൻ തന്നെയാണ്. അപ്പം അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ ഒരു വാക്യം വ്യാസഭഗവാൻ പറയുന്നുണ്ട്. സന്നികർഷോ ഹി മർത്തിയാണാം അനാദരണ കാരണം. സന്നികർഷോ ഹി മർത്തിയാണാം അനാദരണ കാരണം. അടുത്തിടപഴകുന്നത് മനുഷ്യന്മാർക്ക് ആദരവില്ലാതാവാൻ കാരണമാണ്. അതുകൊണ്ട് ഭഗവാനോട് അടുത്തിടപഴകുന്നവർക്ക് മനസ്സിലാവുന്നില്ല ഇതാരാന്ന്. പക്ഷെ അത് ഭഗവാൻ തന്നെ ബോധിപ്പിക്കാത്തോണ്ടല്ലേ എന്നാ ചോദ്യം. അല്ലാച്ച തിരിച്ചുണ്ടാവുക. സന്നികർഷോ ഹി മർത്തിയാണാം അത്യാദരണ കാരണമാണ്. ശരിയായ മഹിമുള്ളവരോട് നമ്മൾ അടുക്കും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ സ്നേഹവും ആദരവും ഉണ്ടാവുക ചെയ്യുക. കാരണം പുതിയ പുതിയ മാനങ്ങൾ നമ്മൾ അവരിൽ കാണും. അവർക്കത് ആദ്യമുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. ചിന്തിക്കുക. അതുകൊണ്ട് എത്ര കണ്ട് പ്രേമാദരങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അത്ര കണ്ട് അറിവുണ്ടാവും, എത്ര കണ്ട് അറിവുണ്ടാവുന്നുണ്ടോ അത്ര കണ്ട് പ്രേമാദരങ്ങളും ഉണ്ടാവും. ഇതാ ശരി. അപ്പം ആദ്യത്തെ തെറ്റാണോ? ആദ്യത്തെ തെറ്റല്ല, അതും ശരി ഇതും ശരി. അപ്പം ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ജ്ഞാനമാണ് ഭക്തിയുടെ സാധനം, ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല, അന്യോന്യാശ്രയത്വമാണ്. ഭക്തി ജ്ഞാനത്തെ ആശ്രയിക്കുന്നു, ജ്ഞാനം ഭക്തിയെ ആശ്രയിക്കുന്നു. ശരിയല്ലേ? അതെ. ഇതാണ് 29ാമത്തെ സൂത്രം. നോക്കൂ, സ്വയം ഫലരൂപത ഇതി ബ്രഹ്മകുമാരാഹ. അവിടെ പാഠഭേദമുണ്ട്. സ്വയം ഫലരൂപതേതി ബ്രഹ്മകുമാരഃ എന്നാണ്. നമുക്ക് കൂടുതൽ ഇഷ്ടം ബ്രഹ്മകുമാരാഹ എന്നുള്ള ബഹുവചനാണ്. ബ്രഹ്മകുമാരന്മാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഇവരാണ് സനക, സനന്ദന, സനാതന, സനത്കുമാരന്മാർ. അവരാണ് നിത്യം കുമാരന്മാരാ. എപ്പോഴും 4 വയസ്സേ അവർക്കാവുള്ളൂ. അവർക്ക് പ്രായം കൂടില്ല. പൊട്ടത്തരം പറയല്ലോ സ്വാമി, പൊട്ടത്തരം അല്ലാന്നേ. എപ്പോഴും 4 വയസ്സിൻ്റെ നിർമ്മല ബുദ്ധിയാണ്. 4 വയസ്സുള്ള കുട്ടികൾ ഈശ്വര സ്വരൂപന്മാരല്ലേ.
അവർക്ക് വല്ലതും ഉണ്ടോ? കാപട്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സ്നേഹം മാത്രം, നന്മ മാത്രമേ ഉള്ളൂ. നന്മ മാത്രമേ ഉള്ളൂ. കുശുമ്പൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. പക്ഷെ ആ കുശുമ്പിനൊരു സുഖമുണ്ട്, ഇല്ലേ? ഇല്ല, കുട്ടികളുടെ കുശുമ്പിനൊരു ഭംഗിയില്ല. വലിയ ആൾക്കാരുടെ കുശുമ്പ് പോലെയാ? അല്ല. കുട്ടികൾക്ക് ദേഷ്യം ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവും, പക്ഷെ ആ ദേഷ്യത്തിനൊരു സുഖ. അപ്പോൾ ഒരിക്കലും അവർ ഒരു ദ്വന്ദ്വാത്മകമായ തലത്തിലേക്ക് പോണില്ല. അതാണ് ഇവരെപ്പോഴും കുമാരന്മാരാ. സനകനും സനന്ദനനും സനാതനനും സനത് കുമാരനും. സാന്ദർഭികമായി പറയട്ടെ, സനത് കുമാരനാണ് നാരദന്റെ ഗുരു. നാരദ മഹർഷിയുടെ പോലും ഗുരുവാണ് സനത് കുമാരൻ. അപ്പോ ഈ ബ്രഹ്മകുമാരന്മാര് പറയണത് എന്താ? സ്വയം ഫലരൂപത. ഭക്തി സ്വയം ഫലരൂപമുള്ളതാണ്. ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാവുക എന്നൊന്നും പറയണ്ട. ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു എന്നോ ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാകുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഭക്തി തന്നെ ഫലരൂപ. ഭക്തി കൊണ്ട് വേറെ ഒന്നുണ്ടാവാനാ? ഭക്തി തന്നെ ഭക്തിയുടെ ഫലരൂപം. ഈ ദ്രവത്വം പോലെയാ. ഈ ദ്രവത്വം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് പോലെയാ. ഒഴുക്ക് എങ്ങനെയാ? ഒരു ജലകണം നമ്മൾ വിചാരിക്കുക. ആ ജലകണം ഒഴുകുമ്പോൾ അത് മുമ്പത്തെ ജലകണത്തെ തള്ളിയപ്പോൾ അതിൻ്റെ വേഗം കൂടി, അത് അടുത്തേനെ തള്ളി, ഇത് വീണ്ടും തള്ളി, ഇത് വീണ്ടും തള്ളി. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ഒഴുക്ക്? ദ്രവത്വം അങ്ങനെയാ പ്രവർത്തിക്കുക. അതും കൂടിക്കൊണ്ടേയിരിക്കും. മറ്റ് തടസ്സങ്ങൾ വെക്കാത്ത കാലത്തോളം, ആരെങ്കിലും അണ കെട്ടാത്ത കാലത്തോളം, എന്തെങ്കിലും തടസ്സം വെക്കാത്ത കാലത്തോളം ദ്രവത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ വേറെ ഘടകങ്ങൾ ദ്രവത്വത്തെ തടയുന്നത് ഉണ്ടാവണം. ഒന്നുകിൽ ആ ജലരാശി ആഗിരണം ചെയ്യുന്ന ഒരു പ്രതലമാണെങ്കിൽ വേഗത കുറയും. എന്തെങ്കിലും തടസ്സം വരികയെന്ന് വെച്ചാൽ വേഗത കുറയും. അല്ലാത്ത പക്ഷം തള്ളുക പോവുക അങ്ങനെ വരും. ദ്രവത്വം അങ്ങനെയാ, ഒഴുക്ക്. ഇതുപോലെയാണ് ഭക്തി. ഭക്തി കൂടുതൽ വളർത്തും, അത് കൂടുതൽ വളർത്തും, അത് കൂടുതൽ വളർത്തും. അങ്ങനെ ഭക്തിമാർഗത്തിൽ നമ്മൾ പോകുന്നതിനനുസരിച്ച് കൂടുതൽ 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 ഭക്തി വളർന്നുകൊണ്ടിരിക്കും. സ്വയം ഫലരൂപമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആള് ഭ്രാന്താണെന്ന് പറയുകയും ചെയ്യും. അതിനും വിരോധമില്ല, അത് നല്ലതാ. അങ്ങനെ ഭ്രാന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ലോകാഭിപ്രായം നോക്കിയിട്ട് ഇപ്പം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ലോകാഭിപ്രായം നോക്കി നമുക്ക് ജീവിക്കാനേ പറ്റില്ല. പറ്റുമോ? എന്താ അഭിപ്രായം? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പറ്റുന്നു? പറ്റില്ല. ലോകം എന്തിനും രണ്ട് അഭിപ്രായം പറയും, എന്തിനും. അത് നോക്കി നമുക്കെങ്ങനെ ജീവിക്കാം? അതുകൊണ്ട് ഭക്തി സ്വയം ഭക്തിയാകുന്ന ഫലത്തെ നൽകുന്ന രൂപമാണ്. ഭക്തി കൊണ്ട് ഭക്തി, ഭക്തിയിൽ നിന്ന് ഭക്തി, അങ്ങനെ. അങ്ങനെ പരാഭക്തിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ കൃതാർത്ഥനായി. അവന് വേറെ ഒന്നും നേടേണ്ടതില്ല, ഒന്നും നേടാനില്ല, കൃതാർത്ഥനായി. എന്നിട്ടൊന്നും ചോദ്യമില്ല. ഇപ്പം നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ എന്നിട്ടോ നേടുതെത്താം, എന്നിട്ട് അപ്പുറത്തെത്താന്നുണ്ട്. പക്ഷെ കൃതാർത്ഥനെ സംബന്ധിച്ച് എന്താ ഉള്ളത്? അയാൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ കൃതാർത്ഥന. അയാൾ എങ്ങോട്ടും എത്താനില്ല, എങ്ങോട്ടും എത്താല്ല. പിന്നെ എന്നിട്ടൊന്നൊരു ചോദ്യമില്ല. അതുകൊണ്ട് സ്വയം ഫലരൂപമാണ്. ഭക്തൻ മുക്തനാണ്. ഭക്തി ദ്രവത്വം പോലെ, ഒഴുക്ക് പോലെ വളർത്തി വളർത്തി പരമമുക്തി വരെ നമ്മളെ നയിക്കും. അതാണ് സ്വയം ഫലരൂപത ഇതി
ബ്രഹ്മകുമാരാഹ. സ്വയം ഫലരൂപമാണ്. അല്ലാണ്ട് ഭക്തി കൊണ്ട് മറ്റൊന്നുണ്ടാവുക എന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഭക്തി കൊണ്ട് മറ്റൊന്നുണ്ടാവണമെങ്കിൽ ആ ഭക്തി കൊണ്ട് മറ്റാരോ സന്തോഷിച്ച് നമുക്ക് മറ്റൊരു ഫലം തരണം. അങ്ങനെയില്ല. എൻ്റെ ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിച്ച് ഭഗവാൻ എനിക്ക് ജ്ഞാനം തരിക എന്ന് പറഞ്ഞാൽ തരക്കേടില്ല. അങ്ങനെ ഉണ്ടാവുക? എന്താ അഭിപ്രായം? അങ്ങനെ എൻ്റെ ഭക്തി കൊണ്ട് സന്തോഷിക്കണവനാണ് ഭഗവാൻ. എൻ്റെ ഭക്തി ഇല്ലായ്മ കൊണ്ട് ദേഷിക്കുകയും വേണ്ടേ? അത് അത്തരം ദ്വന്ദ്വബുദ്ധി നമ്മൾ ഭഗവാനിലേക്ക് കൽപ്പിക്കണോ? ഞാനും അങ്ങനെയാ, അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കണോ? അത് ചില ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട്, നിങ്ങൾ ആ ശിവക്ഷേത്രത്തിൽ പോവാതെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് ശിവൻ നിങ്ങളോട് കോപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവാതെ ശിവക്ഷേത്രത്തിൽ പോയത് കൊണ്ട് വിഷ്ണു നിങ്ങളോട് കോപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പരിഹാരം ചെയ്യണം എന്ന് പറയും. ഇത് കേട്ട് വിഡ്ഢികളായ നമ്മൾ ചെയ്യുകയും ചെയ്യും. കാരണം ജ്യോത്സ്യർക്ക് അങ്ങനെയാണ്. മൂപ്പര കൂട്ടിന് മുമ്പ് കൂടെ അപ്പുറത്തെ ജ്യോത്സ്യരെടുത്ത് പോയപ്പോൾ ഇയാളെന്താ എൻ്റെ അടുത്ത് വരാണ്ട് അപ്പുറത്ത് പോയെന്നൊരു ഒരു ഇതുണ്ടാവും. അത് ഭഗവാനിലും ഉണ്ടാവും എന്ന് അധ്യാരോപിക്കുക. അപ്പം എന്താ ചെയ്യുക? ഇത് നമുക്കൊക്കെ ഉണ്ടാവാം അങ്ങനെ. ദൃഷ്ടാന്തം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ഞാൻ കുറെ ഭക്തി മാർഗത്തിൽ പോയപ്പോൾ ഭഗവാന് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭഗവാനെ വിശ്വസിക്കാൻ കൊള്ളുമോ എന്ന് അടുത്ത ചോദ്യം. കാരണം ഈ കൈമണി അടിക്കുക, കൈക്കൂലി കൊടുക്കുക, അങ്ങനെയുള്ളവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കുക, അല്ലാത്തവർക്ക് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരുതരം ദ്വന്ദ്വഭാവനയിലുള്ള ആളല്ലേ? ചിന്തിച്ചു നോക്കൂ, ചിന്തിക്കുക. അതല്ല ഭഗവാന്റെ സ്വരൂപം. നാദത്തെ കസ്യചിത്ത് പാപം നചൈവ സുകൃതം വിഭോ. ആരുടെ പുണ്യവും ഭഗവാൻ എടുക്കണില്ല, ആരുടെ പാപവും ഭഗവാൻ എടുക്കണില്ല. അതാ സത്യം. നമ്മളങ്ങനെയൊക്കെ വിചാരിക്കും, ഭഗവാനെ എൻ്റെ പാപമൊക്കെ ഒന്ന് എടുക്കണേ, എന്നിട്ട് ഭഗവാനെ മഹാപാപിയാക്കാനാ? എന്തൊരു കഷ്ടം. ഭഗവാൻ ആരുടെ പുണ്യം എടുക്കണില്ല, ഭഗവാൻ ആരുടെ പാപം എടുക്കണില്ല. പക്ഷെ നമ്മൾ മിക്കവാറും പേര് അങ്ങനെയാ വിചാരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാവുക എന്നോ ജ്ഞാനം കൊണ്ട് ഭക്തി ഉണ്ടാവുക എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്വയം ഫലരൂപമാണെന്നാണ് ബ്രഹ്മകുമാരന്മാരുടെ അഭിപ്രായം. വളരെ ഉയർന്ന അഭിപ്രായം. അപ്പൊ എല്ലാം ശരിയാണേ, ഈ പറഞ്ഞ ഒന്നും തെറ്റല്ല. അപ്പൊ ആദ്യം പറഞ്ഞെന്താ? ജ്ഞാനമേവ സാധനമിത്യേകേ അന്യോന്യാശ്രയത്വമിത്യന്യേ സ്വയം ഫലരൂപത ഇതി ബ്രഹ്മകുമാരാഹ. എന്നിട്ട് ഒരു പറയാണ്, രാജഗൃഹ ഭോജനാദിഷു തഥൈവ ദൃഷ്ടത്വാത്. രാജഗൃഹ ഭോജനാദിഷു തഥൈവ ദൃഷ്ടത്വാത്. രാജഗൃഹ ഭോജനം തുടങ്ങിയവയിൽ അങ്ങനെ കാണപ്പെടുന്നത് കൊണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? രാജഗൃഹ ഭോജനാദിഷു തഥൈവ ദൃഷ്ടത്വ. രാജഗൃഹ ഭോജനം തുടങ്ങിയവയിൽ അപ്രകാരം കാണപ്പെടുന്നത് കൊണ്ട് നോക്കൂ. എന്താ രാജഗൃഹം? കൊട്ടാരം. രാജഗൃഹം കൊട്ടാരം. അപ്പോൾ ഒരാൾക്ക് ഇന്ന് കൊട്ടാരത്തിൽ ചാപ്പാടാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഇന്ന് ഭക്ഷണം കഴിക്കാം ഒരാൾക്കെന്ന് വിചാരിച്ചോളൂ. സാധാരണ ചിന്തിക്കാൻ പറ്റാത്തതാണ് അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് നമുക്കിപ്പോൾ രാജാവൊന്നുമില്ല, നമുക്കിപ്പോൾ ഭാരതത്തിലിപ്പോൾ പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റിൻ്റെ അടുത്തുനിന്ന്
ഇന്ന് ഞാൻ പ്രസിഡന്റിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തൊരു സന്തോഷം എനിക്ക്. ഇല്ലേ, ഇന്ത്യൻ പ്രസിഡന്റാണ് എന്നെ ഭക്ഷണത്തിന് വിളിച്ചുള്ളത്. വലിയ സന്തോഷം. ഞാൻ 100 കോപ്പിയെങ്കിലും അപ്പടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട്. അല്ല, എനിക്കല്ല വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ, എന്നാലും അല്ലേ അങ്ങനെ നീ ആയിട്ട് വേറെ ആരോടും പറയണ്ട, അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റ് ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമായി. അല്ലേ, ഒരു സന്തോഷമായില്ലേ? ഉണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രസിഡന്റിന്റെ വിഷമം മാറുക. എന്നാ തേന രാജപരിതോഷ ക്ഷുധാശാന്തിർവ. അതുകൊണ്ട് പ്രസിഡന്റിന് വല്ല സന്തോഷം ഉണ്ടാവുമോ? അയാൾക്ക് വിശപ്പ് മാറുമോ? പിന്നെ ആർക്കാ സന്തോഷം? ആരാണോ രാജഗൃഹ ഭോജനത്തിനായി ക്ഷണിക്കപ്പെട്ടത് അയാൾക്ക് സന്തോഷമായി, അവിടെ കഴിഞ്ഞു. അയാൾക്ക് പ്രത്യേകം ഒരു സന്തോഷം കൊണ്ട് രാജാവ് എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. ഇപ്പൊ രാജഗൃഹ ഭോജനത്തിൽ രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് രാജാവ് ഒരു സമ്മാനം കൊടുക്കും. അത് സാധാരണയാണ്. അത് സന്തോഷം കൊണ്ടല്ല, അതിൻ്റെ സമ്പ്രദായ. അല്ലാണ്ട് രാജാവിൻ്റെ വിശപ്പ് മാറിയോണ്ടാണോ രാജാവ് വല്ലതും തരുന്നത്? ക്ഷുധാശാന്തിർവ തേന രാജപരിതോഷ ക്ഷുധാശാന്തിർവ. ഇപ്പം നമ്മൾ ഭജന ചെയ്ത് ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചു, നാമം ജപിച്ചു, സാമീപ്യം അനുഭവിച്ചു, ഭക്തിഭാവം കൊണ്ട് സാമീപ്യം അനുഭവിച്ചു. ഭക്തന് സന്തോഷം, ഭക്തന് ആനന്ദം. ഭഗവാന്റെ വിഷമം മാറുമോ? ഇതാ. അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമ്പോൾ ഉണ്ടോ? ഇവിടെ അദ്വൈതമൊന്നും നോക്കരുതേ. ഈശ്വരനും ജീവനും ഒന്നാണെന്നുള്ള അതൊന്നും ഇവിടെ എടുക്കരുത്. ഇവിടെ തനി ഭക്തന്റെ ഈശ്വര രക്ഷിക്കണേ എന്നൊക്കെ പറയുന്ന ആ തലം മാത്രമാണ്. അപ്പം അവിടെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മഹാരാജാവായിട്ട് ഈശ്വരനെ കാണുന്ന ശ്രീ മഹാരാജ്ഞി എന്ന് നമ്മൾ ലളിത പരമേശ്വരനെ വിളിക്കുന്നുണ്ട്, ഇല്ലേ? ലളിത സഹസ്രനാമത്തിൽ 2ാമത്തെ നാമം തന്നെ മഹാരാജ്ഞിയായിട്ടാ. എന്തിൻ്റെ മഹാരാജ്ഞി? സർവപ്രപഞ്ചത്തിൻ്റെയും മഹാരാജ്ഞിയായിട്ടാ. ശരി, അപ്പൊ മഹാരാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് എന്നെ സദ്യക്ക് വിളിച്ചു. മഹാരാജ്ഞിക്ക് വിഷമം മാറുമോ? ഇല്ല. സന്തോഷം ഉണ്ടാവുമോ? അതും ഇല്ല. പിന്നെ നമുക്ക് വലിയ സന്തോഷമായി, രാജ്ഞി എന്നെ വിളിച്ചിട്ടില്ലേ ഭക്ഷണത്തിന്. അപ്പോ നമ്മൾ അത് ചെയ്തത് കൊണ്ട് എന്തോ ഒരു വിശേഷം ഉണ്ടായിട്ട് അവിടെ നിങ്ങോട്ട് അനുഗ്രഹിക്കുക എന്നുള്ളതില്ല. മറിച്ച് ഭക്തി സ്വയം ഫലരൂപമാണ്. ഭഗവാന്റെ ആ സാമീപ്യം അനുഭവിക്കുന്ന ഭക്തന് സ്വതവേ തന്നെ ആനന്ദപ്രാപ്തി ഉണ്ടാവുന്നു, സ്വയം ഫലരൂപത. അല്ലാതെ എവന്റെ ഭക്തി കൊണ്ട് ഈശ്വരൻ എന്തോ പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടുന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ വലിയ സന്തോഷമായിട്ടുവോ, അപ്പൊ പ്രാർത്ഥിക്കാതിരുന്നാൽ ദേഷ്യാവില്ലേ? അത് സാധാരണ ലൗകികരെ പോലെയായില്ലേ? നമ്മൾ ചില നേതാക്കന്മാരെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തിയിട്ടൊക്കെ പിന്നാലെ നടക്കും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. ഈ പുകഴ്ത്തുന്ന സമയത്ത് നമുക്ക് തന്നെ അവനോട് പുച്ഛാണ് ഉള്ളിൽ. പക്ഷെ കാര്യം നേടണമെങ്കിൽ അവനെ പുകഴ്ത്തണം, വേണ്ടേ? കാര്യം നേടണമെങ്കിൽ ആ പുകഴ്ത്തണം. എന്താ കഥ, അങ്ങേപോലെ ഒരു നേതാവ് ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പുകഴ്ത്തണം. അതുപോലെ രാജാവിന് അതൊന്നുമില്ല. ഇവൻ പുകഴ്ത്തിയാലും പുകഴ്ത്തിയില്ലെങ്കിലും ഒരുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതാണ് തേന രാജപരിതോഷ. അതുകൊണ്ട് രാജപരിതോഷം ഉണ്ടാകുന്നില്ല. ക്ഷുധാശാന്തിർവ. ക്ഷുധാശാന്തി, വിശപ്പിന്റെ ശാന്തിയും ഉണ്ടാകുന്നില്ല. വ്യക്തമാണല്ലോ. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? സ്വയം ഫലരൂപത. സ്വയം ഫലരൂപതയാണ്. അതിൽ നിന്ന് മറ്റൊന്നെന്നോ മറ്റൊന്നിൽ നിന്ന് അതെന്നോ ഒന്നും പറയേണ്ടതല്ല എന്നർത്ഥം. വ്യക്തമാണോ? ആശയം വ്യക്തമല്ലേ? തസ്മാത് സൈവഗ്രാഹ്യ മുമുക്ഷുഭിഹി. അതുകൊണ്ട് മോക്ഷം ഇച്ഛിക്കുന്നവര് ഭക്തിയെ തന്നെ നേടേണ്ടതാകുന്നു. സാ ഏവ ഗ്രാഹ്യ. അവൾ തന്നെ ഗ്രഹിക്കപ്പെടേണ്ടവളാകുന്നു. അവളെ തന്നെ പിടിച്ചോളും, ഭക്തിയെ തന്നെ. ആരാൽ? മുമുക്ഷുക്കളാൽ. മുമുക്ഷുക്കളാൽ അവൾ തന്നെ
ഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു. നമ്മൾ ഓരോരോ താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഓരോന്നിൻ്റെ പിന്നാലെ, ഇല്ലേ? ഇല്ല. കുറച്ചു നേരത്തെ ഒരു കാര്യത്തിന് വേണ്ടി എന്തിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ നെട്ടോട്ടോടണുണ്ട്. അതൊക്കെ നശിച്ചു പോണതാ. എന്നാൽ പരമമായ മുക്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ആര് സ്വരൂപതയാ തന്നെ മുക്തി സ്വരൂപിണിയാണോ ആ ഭക്തിയെ ഗ്രഹിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതാണ് പറയണത്. ഓരോരുത്തരെ ഗ്രഹിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടില്ലേ? അയ്യോ, തൂക്കണാങ്കുരുവിയുടെ കൂട് പോലെ വേറൊരു വസ്തു നമ്മൾ കണ്ടിട്ടില്ല. എന്തൊരു അത്ഭുതം അത്! എത്ര ഉയരമുള്ള സ്ഥലത്തായി തൂക്കണാങ്കുരുവി കൂട് കൂട്ടുക. എന്ത് കാറ്റത്ത് എത്ര അടിയാലും ശരി, ആ കൂട് ഇങ്ങനെ പൊന്തിയാലും ശരി, അതിൻ്റെ ഉള്ളിലിട്ട മുട്ട പുറത്തേക്ക് പോവില്ല. അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം. ഏത് ആർക്കിടെക്റ്റിനാണ് സാധിക്കുക? അത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം വരും. ചിലപ്പോൾ ഈ കവുങ്ങിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൻ്റെ കറ്റത്ത് തൂങ്ങിക്കിടക്കണ കാണാം, ഇത്ര നീളത്തിലില്ലേ? എത്ര ലെയറായിട്ടാ! എന്ത് സുഖമായിട്ട് കിടക്കാവുന്ന സംവിധാനം അതിനുള്ളുണ്ടാവും. എന്ത് സുരക്ഷിതമായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുണ്ടാക്കണ കണ്ടില്ലേ? ഈ പാവം പിടിച്ച പക്ഷി അവിടുന്നൊരു നൂല് ഇവിടുന്നൊരു നൂല് അത് കൊണ്ടുവന്ന് അത് ശരിക്കും ട്രീറ്റ് ചെയ്ത് ഒട്ടിച്ച് ഘടിപ്പിച്ച് ഈ കൂടുണ്ടാക്കി. എത്ര പണിയാ! അത്ഭുതമാണ്. നമ്മൾ ആ കൂട്, അതിൽ മുട്ടയുള്ള കൂട് നമ്മൾ ചെരിച്ചിങ്ങനെ പിടിച്ചാലും മുട്ട പുറത്തേക്ക് വീഴില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ആ നിർമ്മാണം. അങ്ങനെയാണ്. ഇങ്ങനെ ഉരുണ്ട് വന്നാൽ മുട്ട താഴത്തേക്ക് വീഴും, അല്ലാണ്ട് പുറത്തേക്ക് പോവില്ല. ഇതൊക്കെ കെട്ടി ഉണ്ടാക്കി ഈ പാവം പോയി കറക്കി ഒരു പെണ്ണിനെ കൊണ്ടുവരും. എവള് വന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് പറക്കും. എവൾക്ക് ഇഷ്ടമായാൽ അകത്ത് കയറും, എന്നാൽ കല്യാണമായി. ഇല്ലെങ്കിൽ പോയി കളയും. ഇഷ്ടമായിട്ടില്ല അച്ഛൻ. അപ്പം അവളുടെ ബുദ്ധി എന്താ എന്നാലോചിച്ച് നോക്കും. അങ്ങനെ അവൾ പോയാൽ പിന്നെ ഇവൻ നിരാശനായി. യവൻ ഈ കൂട് പിന്നെ നോക്കില്ല, തിരിഞ്ഞു നോക്കില്ല. പിന്നെ പുതിയൊരു കൂടുണ്ടാക്കും. എന്നിട്ട് വേറെടുത്തിനെ വല്ല വളച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അവളതിൻ്റെ ഉള്ളിൽ കയറിയാൽ കല്യാണമായി, ഇല്ലെങ്കിൽ ഇല്ല. അത്ഭുതം അത്. ഇങ്ങനെ നമ്മൾ ഓരോരു തൂക്കണാങ്കുരുവി ആരുടെയൊക്കെ പിന്നാലെ നട്ടോട്ട് ഓടുന്നുണ്ട് എന്നാലോചിച്ച് നോക്കൂ. ചിലപ്പോൾ ആണാവും, ചിലപ്പോൾ പെണ്ണാവും. പണാവും, സ്ഥാനാവും, മാനമാവും, പേരാവും, പ്രശസ്തിയാവും, പലതും. തൽക്കാലം ചില പരീക്ഷയെ പാസ്സാവാനൊക്കെ നമ്മൾ എത്ര പാടുപെടുന്നുണ്ട് ഇല്ലേ? ചില ടെസ്റ്റുകൾക്ക്, ചില കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ പെടുന്ന അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ പരമമായ ഒരു ശാന്തിയിലേക്ക് ഉയരാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലൊന്ന് പാടുപെടാറുണ്ടോ? ഉണ്ടോ? ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് ശൈവഗ്രാഹ്യ മുമുക്ഷുഭി, മുമുക്ഷുക്കളാൽ അവൾ തന്നെ ഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു, അവൾ തന്നെ ഗ്രഹിക്കപ്പെടേണ്ടതാകുന്നു. ഇതാണ് സൂത്രം. ശരി, തുടർന്ന് നമുക്ക് പിന്നെ ശ്രദ്ധിക്കാം. ജന്മജന്മാന്തരങ്ങളുടെ കർമ്മഫലവും കൊണ്ട് ആണ് ഓരോരുത്തരും ഈ ജന്മത്തിലേക്ക് വരുന്നത്. ഒഴിഞ്ഞ കടലാസം കൊണ്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് സ്വാമിജി മറ്റൊരു പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടിരുന്നു. അത് പലപ്പോഴും പറയാറുണ്ട്. ഒഴിഞ്ഞ കടലാസം കൊണ്ട് ആരും വരാറില്ല. നമ്മളൊക്കെ ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളുടെ സംസ്കാരങ്ങളുമായിട്ടാണ് വരുന്നത്. ഇതിലൊരു സംശയമില്ല. അനേകം ജന്മങ്ങളുണ്ടെങ്കിൽ ഏതൊരു ജന്മത്തിനും പുനർജന്മത്തിന് മുൻപ് ഒരു തുടക്കമുണ്ടാകില്ലേ? ഉണ്ടല്ലോ.
ഉണ്ട്. ആ തുടക്കം ഒരു കർമ്മഫലവും ഇല്ലാത്ത ഒഴിഞ്ഞ കടലാസ് കൊണ്ടാവില്ലേ ഇങ്ങോട്ട് വരുന്നത്? അതില്ല. ഒരു അമീബയായി ജനിക്കണമെങ്കിലും അതിൻ്റെ കർമ്മം വേണം. ഒരു ബാക്ടീരിയ ആയിട്ട് ജനിക്കണമെങ്കിലും അതിൻ്റെ കർമ്മം വേണം. അപ്പം അതിന് തുടക്കം വേണ്ടേ? ഈ തുടക്കം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവെ ഈ ശരീരബദ്ധരായിട്ടാണ് ജീവിക്കണം. പൊതുവെ ഞാനാണ്, ഞാൻ പെണ്ണ്, എനിക്ക് ഇത്ര വയസ്സായി ഇല്ലേ എന്ന വിഷയത്തിലൊരു സംശയമില്ല. അപ്പം ഈ ശരീരത്തിനൊരാരംഭമുണ്ട്. ഈ ലോകത്തിൽ ഞാൻ കാണുന്ന വസ്തുജാലങ്ങൾക്കൊക്കെ ഒരാരംഭമുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരാരംഭം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഈ സൃഷ്ടി പ്രക്രിയയെ സംബന്ധിച്ച് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് ചാക്രികമാണെന്നാണ്. ദിനരാത്രങ്ങൾ ചാക്രികമാണ്. ദിനരാത്രങ്ങൾ ചാക്രികമാണ്. ഇന്ന് നമ്മൾ ചെയ്തു വെച്ച പണികളൊക്കെ ഓരോ സംസ്കാരത്തെ നമ്മളിൽ ഉണ്ടാക്കി. നമ്മൾ ഉറങ്ങാൻ കിടന്നു, പതുക്കെ സ്വപ്നത്തിലേക്ക് പോയി, സുഷുപ്തിയിലേക്ക് പോയി. സുഷുപ്തിയിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെയോ സ്വപ്നത്തിൽ നിന്ന് പതുക്കെ ജാഗ്രതയിലേക്ക് വന്നപ്പോൾ ഓരോന്ന് തെളിഞ്ഞു വന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒക്കെ തെളിഞ്ഞു. അതൊക്കെ ചെയ്യാനുണ്ട്, അവിടെ പോകാണ്ട്, ഇവിടെ പോകാണ്ട്, മറ്റൊന്നുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ബാക്കി ചെയ്യേണ്ടതുണ്ട്. എല്ലാ സംസ്കാരമാണ്. അത് വീണ്ടും വന്ന് വൈകുന്നേരം വീണ്ടും ഈ പറഞ്ഞതുപോലെ. അപ്പോൾ സ്ഥൂലം സൂക്ഷ്മത്തിലേക്കും സൂക്ഷ്മം കാരണത്തിലേക്കും പോവുകയും ആ കാരണം വീണ്ടും സൂക്ഷ്മത്തിലൂടെ സ്ഥൂലത്തിലെത്തുകയും ചെയ്യുകയാണ്. ഇതുപോലെയാണ് മുഴുവൻ. ഒരു വ്യക്തിയുടെ ജീവിതം പോലെ തന്നെയാണ് സമഷ്ടിയുടെ ജീവിതവുമെന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കും. അപ്പം മൊത്തം അതിൻ്റെ കാരണഭാവത്തിലേക്ക് വിലയിക്കും. അതാണ് പ്രളയം എന്ന് നമ്മൾ പറയുന്നത്. പ്രളയം ഒന്നിൻ്റെയും അവസാനമല്ല, ഒന്നിൻ്റെയും ആരംഭവുമല്ല, ഒരു താൽക്കാലിക വിരാമം മാത്രമാണ്. അത് വീണ്ടും പ്രകടമാവും. അതുകൊണ്ട് വേദത്തിൽ സൂര്യാചന്ദ്രമസൗ ധാത യഥാ പൂർവമകൽപ്പയത് എന്ന മന്ത്രമുണ്ട്. സൂര്യചന്ദ്രന്മാരെ ഈശ്വരൻ മുൻകൽപ്പത്തിൽ ഉണ്ടായിരുന്നത് പോലെ പിന്നെയും ചിട്ടപ്പെടുത്തിയിരുന്നു. അപ്പം എങ്ങനെയൊക്കെയാണോ മുമ്പുണ്ടായത് അതുപോലെയൊക്കെ വീണ്ടും ഒക്കെ ശരി ക്രമീകരിച്ചു. ഇത് ഞാൻ തുടരും. ഇതേതുപോലെയാന്ന് ചോദിച്ചാൽ ഒരു വൃത്തം വരയ്ക്കുന്ന പോലെയാണ്. ഞാനൊരു വൃത്തം വരച്ച് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ തുടക്കായി. വൃത്തം തുടങ്ങുകയാണേ. അപ്പോൾ തുടങ്ങി. വൃത്തമാണ്. വരച്ച് അവിടെ തന്നെ എത്തി, കൂട്ടിമുട്ടി. ഇപ്പോഴോ ഇപ്പം ഏതാ ആരംഭം? കൂട്ടിമുട്ടണവരെ ഞാൻ വിചാരിച്ചത് ഞാൻ തുടങ്ങിയിടത്താണ് ആരംഭം എന്നാ. കൂട്ടിമുട്ടിയപ്പോൾ മനസ്സിലായി ആരംഭവും ഇല്ല, അവസാനവും ഇല്ല. ഇതുപോലെ ഓരോ കൽപ്പത്തിൻ്റെയും ഒടുവിൽ ഏതെല്ലാം സംസ്കാരങ്ങൾ കാരണഭാവത്തെ പ്രാപിക്കുമോ അവ അടുത്ത കൽപ്പാദിയിൽ പ്രകടമാകും. ഒരു ജന്മത്തിൻ്റെ ഒടുവിൽ എന്തെല്ലാം സംസ്കാരങ്ങൾ കാരണഭാവത്തെ പ്രാപിക്കുമോ അതൊക്കെ അടുത്ത ജന്മത്തിൽ സ്ഥൂലഭാവത്തെ പ്രാപിക്കും. അതായത് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ കാണുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത്, ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതൊക്കെ ഭിന്നമായ രീതിയിലാണ്. എന്തിനടിസ്ഥാനത്തിലാണ്? നമ്മുടെ സംസ്കാരത്തോട് തുലനം ചെയ്തിട്ടാ. കാരണം ഒന്നിനെ ഉൾക്കൊള്ളണമെങ്കിൽ മറ്റെന്തിനോടോ തുലനം ചെയ്യണ്ടേ. ഇത് പച്ചയാണ്, ഇത് മഞ്ഞയാണ്, ഇത് നീലയാണെന്ന് പറയണമെങ്കിൽ അത് തുലനം ചെയ്ത് ചിന്തിക്കപ്പെടണം. അല്ലെങ്കിൽ എന്ത് പച്ച, എന്ത് മഞ്ഞ, എന്ത് നീല, ആ തുലനം ചെയ്യുന്ന അടിസ്ഥാനം അത് നമ്മളിലുള്ള ഓരോരുത്തരുടെയും പ്രകൃതമാണ്. അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാത്തിനെയും നോക്കി കാണുന്നത്. ഇപ്പോൾ ഒരു സംഭവം ഒരാളുടെ ജീവിതത്തിലുണ്ടായി, അതേ സംഭവം അയാളുടെ സഹോദരൻ്റെ ജീവിതത്തിലും ഉണ്ടായി. രണ്ടുപേരും രണ്ട് രീതിയിൽ എടുക്കണം. എങ്ങനെയാണ്? അവരുടെ കൊണ്ടുവന്ന സംസ്കാരം ഏതാണോ അതിനനുസരിച്ചാണ്.
ഇന്നലെ ഒരാളുമായിട്ട് സംസാരിച്ചു, ഇന്നലെ ദീർഘമായിട്ട്. അദ്ദേഹം ഒരു ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി കടന്ന് ഒരു ദശാസന്ധി കടന്ന് വന്ന മനുഷ്യനാണ് ഇപ്പോൾ. അപ്പം അയാൾ പറയുകയാണ്, ആ പ്രതിസന്ധി എനിക്ക് തന്നത് സമ്മിശ്രഭാവമാണ്. പ്രതിസന്ധി ഏതാണെന്ന് ചോദിച്ചാൽ, ഏതാനും മാസം മുമ്പ് വയനാട്ടിൽ ചൂരൽമല, അവിടെ പൂർണ്ണമായി ഗ്രാമം തന്നെ ഇല്ലാണ്ടായി. അപ്പം അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ. ചുരൽമലയിൽ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ അമ്മയുടെ ചികിത്സാർത്ഥം ആശുപത്രിയിൽ പോയതാണ്. അതുകൊണ്ട് ഇയാൾ ഒഴുകിപ്പോയില്ല. അവിടെ ഒറ്റ ആളും ഇല്ലാണ്ട് മുഴുവൻ ഒഴുകിപ്പോയി. കഷ്ണങ്ങളൊക്കെയാണ് ഇവിടുന്ന് പെറുക്കിയെടുത്തൊക്കെ. ഇപ്പം എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ പോയി, ഒന്നുമില്ല, ഒരു സാധനമില്ല. അമ്മ മരിച്ചു, അതിലല്ല മരിച്ചത്, അല്ലാണ്ട് രോഗമായിട്ട് മരിച്ചു. അപ്പം അമ്മയുടെ അവസാന കാലത്ത് ഡോക്ടർമാർ ഉപദേശിച്ചു, ഈ അമ്മയുടെ രോഗമൊന്ന് ഭേദമാവണമെങ്കിൽ സ്നേഹിക്കാൻ ആരെങ്കിലും വേണം. അപ്പം ആര് വേണം എന്ന് ചിന്തിച്ചപ്പോൾ എന്നാൽ ഒരു പട്ടീനെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പട്ടീനെ സംഘടിപ്പിച്ചു. ആരെ സ്നേഹിക്കാനാണ്? അമ്മയെ സ്നേഹിക്കാൻ. ആർക്ക് സ്നേഹിക്കാനാണ്? അമ്മയ്ക്ക് സ്നേഹിക്കാനാണല്ലോ. പക്ഷേ കിടപ്പ് രോഗിയായ അമ്മയ്ക്ക് ഇതിന് വല്ലതും നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ഇയാളാണ് നോക്കേണ്ടത്. അപ്പം ആർക്ക് സ്നേഹമായി? ഇയാൾക്ക് സ്നേഹമായി. ഇപ്പം വീടുമില്ല, സ്ഥലവുമില്ല, മുറിയില്ല, ഒന്നുമില്ല, ഒരു സാധനമില്ല. അത്യാവശ്യം കുറച്ച് ഇല്ലാണ്ടായിരുന്നു, ഒന്നുമില്ല, എല്ലാ സാധനവും പോയി. പക്ഷെ പട്ടീനെ വിടാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ ഒരു സംഭവത്തെ അയാൾ നോക്കിക്കാണുന്നത്, എൻ്റേതെന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്ന അർത്ഥമില്ലാത്ത പലതും പോയി എന്നുള്ളൊരു സമാധാനം. കുറേ സമ്പത്തും അതുമൊക്കെ പോയ സമാധാനം. കാരണം എൻ്റേതെന്ന് പറഞ്ഞ് വെച്ചതിനൊരു അർത്ഥമില്ല എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിരുന്നു കൊണ്ട്. പക്ഷെ എനിക്ക് അനുഭവത്തിൽ വന്നില്ല. അതൊക്കെ പറയുമ്പോഴും അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയപ്പോൾ അതൊരു സുഖമായി. പക്ഷെ അതേ സമയത്ത് പുതിയൊരാൾ ഒരു സ്നേഹഭാജനം വന്നു ചേർന്നിരിക്കുകയാണ്. അതിനെ ഉപേക്ഷിക്കാൻ പല പ്രാവശ്യം നോക്കിയിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരും സ്വത്ത് പോയതിനെ കുറിച്ച് കരയുക, ഇയാൾ സ്വത്ത് പോയതിനെ കുറിച്ച് ചിരിക്കുക. പുലുമാലൊക്കെ പോയല്ലോ, ഇനി അതൊന്നും നോക്കി നടക്കണ്ടല്ലോ, എനിക്ക് സുഖമായിട്ട് ഇപ്പോൾ വരാൻ പറ്റിയില്ലേ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വരാൻ പറ്റിയൊരു ആശ്രമത്തിൽ അത് നോക്കിയിരിക്കണ്ടേ അവിടെ? അത് സന്തോഷം. പക്ഷേ ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരാളെടുത്ത് നോക്കാനാക്കിയിട്ടാണ് വന്നത്, അതുകൊണ്ട് ദീർഘദിവസം ഇവിടെ നിൽക്കാൻ വയ്യ. അല്ലെങ്കിൽ ഞാൻ ദീർഘദിവസം ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പം അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് പറയൂ. ഒരു വികാര തള്ളിച്ചയിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് പ്രതികരിച്ചു എന്ന് വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി യഥാർത്ഥമായി വിലയിരുത്താനുള്ള സാമർഥ്യം വരും. അപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ? ഒറ്റ മറുപടിയുള്ള കയ്യിലിരിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കയ്യിലിരിപ്പ് എവിടുന്ന് കിട്ടി? അമ്മ തന്നതാന്ന് പറയാൻ വയ്യ, അച്ഛൻ തന്നാന്ന് പറയാൻ വയ്യ. കാരണം അമ്മയുടെ കയ്യിലിരിപ്പ് അതല്ല, അച്ഛൻ്റെ കയ്യിലിരിപ്പ് അതല്ല. അവരെടുത്തുള്ളതല്ലേ അവരെനിക്ക് തരാൻ പറ്റൂ, ഇല്ലേ? അപ്പോൾ അത് ആരുടെ കയ്യിലിരിപ്പാ? എൻ്റെതാ. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി? ഇത് ചാക്രികമായി വരുന്നതാണ്, വന്നുകൊണ്ടിരിക്കും. ആദ്യമില്ല, അന്തവും ഇല്ല, വൃത്തം പോലെ. ഓരോ വരച്ചു തുടങ്ങുമ്പോഴും നമ്മൾ വിചാരിക്കും ഇത് ആദിയാണ്. അതാ സത്യം. അതുകൊണ്ട് ആദി സ്രഷ്ടാവും ഇല്ല, അന്ത്യ സംഹർത്താവും ഇല്ല. അതുകൊണ്ട് സൃഷ്ടി എന്ന് പറഞ്ഞാൽ നാമരൂപ അഭിവ്യക്തി എന്നാണ് ആചാര്യന്മാർ പറയുക. നാമരൂപങ്ങൾ പ്രകടമാകുന്നതാണ് സൃഷ്ടി. പിന്നെയോ തിരോഭവിക്കുന്നതാണ് പ്രളയം. ഇല്ലാതാവണതല്ല, തിരോഭവിക്കുക, അല്ലെങ്കിൽ വിലയിക്കുക, അല്ലെങ്കിൽ പ്രളയിക്കുക. പ്രളയം എന്നൊക്കെയുള്ള വാക്ക് പറയാൻ തന്നെ ഇപ്പോൾ പേടിയാണ്.
കാരണം പ്രളയം മഴ പെയ്ത് വെള്ളം പൊത്തി അപ്പോൾ പ്രളയമായി നാട്ടിൽ. എന്തൊരു കഷ്ടം! പ്രളയം അതാണോ? ഓരോരുത്തർ പ്രളയം എന്നൊക്കെ വാക്ക് തെറ്റായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ സങ്കടവും. 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ എടാ പിന്നെ നീ ഞാനും എങ്ങനെയാണ് സംസാരിക്കുന്നത്? അപ്പോൾ മഹാപ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ രണ്ടാളും ബാക്കി ഉണ്ടാവുമോ? വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. വെള്ളപ്പൊക്കത്തെ പ്രളയം എന്ന് പറഞ്ഞാൽ പ്രളയത്തെ എന്ത് പറയും? എന്തൊരു കഷ്ടമാണ്! വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കരുതേ ദയവ് ചെയ്തിട്ട്. ലോകം മുഴുവൻ പറഞ്ഞാലും നമ്മളെ വായന തെറ്റായ വാക്ക് പറയുന്നത്. സ്വാമി എല്ലാവരും അങ്ങനെയാണ് പറയണത്. അവിടെ പറഞ്ഞോട്ടെ, എനിക്കെന്ത് വേണം? ഞാൻ പറയില്ല. വെള്ളപ്പൊക്കം അതാണെന്ന്. അപ്പോൾ താല്പര്യം മനസ്സിലാക്കുക. ആദിയില്ല അന്തവും ഇല്ല. ആദി വേണ്ടേന്ന് ചോദിക്കുന്നത് ഒരു ശരീരവുമായി താതാത്മ്യപ്പെട്ട്, ലോകവുമായി താതാത്മ്യപ്പെട്ട്, വസ്തുജാലങ്ങളുമായി താതാത്മ്യപ്പെട്ട്, ഇവയ്ക്കൊക്കെ ഒരു ആദി ഞാൻ കാണുന്നത് കൊണ്ട് എല്ലാത്തിനും ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. പണ്ട് ചെറിയ കുട്ടികളാവുമ്പോൾ ഒരു കടങ്കഥ ചോദിച്ചിരുന്നു മുത്തശ്ശി. ഒരാൾക്കും ഒരു പശുവിനും മാത്രം കയറാവുന്ന തോണിയിൽ അവർ സഞ്ചരിക്കുമ്പോൾ പശു പ്രസവിച്ചു. അപ്പോൾ 2 പേർക്കേ ഇതിൽ പാടുള്ളൂ, കയറാൻ പറ്റൂ. അപ്പോൾ തോണി മുങ്ങിപ്പോയില്ലേന്ന്. അതുപോലത്തെ ചോദ്യമാണ്. 2 ജീവിക്കയിൽ കയറാൻ പറ്റൂ, അങ്ങനത്തെ തോണിയാ. 2 ജീവിക്കേ കയറാൻ പറ്റൂ. അപ്പോൾ ഒരാളും അയാളുടെ പശുവും കൂടി പോവുക. തോണിയിൽ വെച്ചിട്ട് പശു പ്രസവിച്ചു, അപ്പോൾ മുങ്ങിപ്പോയില്ലേന്ന്. കാരണം എന്താ? 3 ജീവിയായില്ലേ. എന്തൊരു കഷ്ടം! അതിൻ്റെ വയറ്റിലുണ്ടായിരുന്നില്ലേ അത്? ഇവിടെ പ്രകൃതിയിലല്ലാത്ത വല്ല വസ്തുക്കളും ഇവിടെ കാണുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ പ്രകൃതിയിലുള്ളതല്ലാത്തത്? നമുക്ക് തോന്നും ഇത് പ്രകൃതി വിരുദ്ധ എന്നൊക്കെ നമുക്ക് തോന്നും. പ്രകൃതി വിരുദ്ധ വസ്തു ഒന്നും ഇവിടെ ഇല്ലാന്നേ. പ്ലാസ്റ്റിക് പ്രകൃതി വിരുദ്ധാണ്. ഇത് എവിടെ നിന്നുണ്ടായതാ? ചില കോമ്പിനേഷൻസാണ്. അത് വേറെ രീതിയിലായി കഴിഞ്ഞാൽ അത് പ്രകൃതിയുടെ ഭാഗമായി. അത്രയേ ഉള്ളൂ. ഇതൊരു വിരുദ്ധവും ഇല്ല, ഒന്നുമില്ല. പ്രകൃതിയിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല. പുതുതായിട്ടൊന്നും ഉണ്ടാവണമില്ല, അവസാനത്തേക്ക് ഒന്നും നശിക്കണമില്ല. ഇതാ സത്യം. കൂടുതൽ ചിന്തിക്കുക, അപ്പൊ വ്യക്തവും. തൽക്കാലം ഇന്ന് ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.